അല്ലാഹുവിന്റെ ഈ ആജ്ഞ തുടങ്ങുന്നത് സൃഷ്ടിപ്പ് നടത്തിയവനല്ലയോ അല്ലാഹു? സൃഷ്ടിച്ചതാരാണ്? അല്ലാഹുവാണ് സൃഷ്ടിപ്പ് നടത്തിയത്. ആ രക്ഷിതാവിനറിയണം. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു, മനുഷ്യൻ ഇങ്ങോട്ട് വന്നത് എന്തിനാണ്? അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബഥാ. ഖുർആൻ ചോദിക്കുന്നു, നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് ക്രിക്കറ്റും ഫുട്ബോളും കാണാനാണോ? അല്ലാഹു ചോദിക്കുകയാണ്. അഫഹസിബ്തും, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അന്നമാ ഖലഖനാകും അബഥാ, റൺസും വിക്കറ്റും വേണ്ടി ഇരിക്കാനാ അല്ലാഹു നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്? ഫുട്ബോൾ കാണാൻ, അത് യൂറോ കപ്പ്, എന്തെല്ലാം കാര്യങ്ങളാ മനുഷ്യനെ അശ്രദ്ധനാക്കിക്കൊണ്ടിരിക്കുന്ന വിഷയം. ഇതിനാണോ നിങ്ങളെ പടച്ചത്? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, എന്നിലേക്ക് നിങ്ങൾ മടങ്ങി വരികയില്ലെന്നും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നോക്കണം. എന്തിനാണ് അല്ലാഹു നമുക്ക് ദീൻ തന്നത്? എന്തിനാണ് ഈ വിശ്വാസം തന്നത്? എന്താണ് അല്ലാഹു നമ്മോട് ഉദ്ദേശിക്കുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. അല്ലാഹു നിങ്ങളെ സ്വർഗത്തിലേക്ക് വിളിക്കുകയാണ്. സ്വർഗത്തിലേക്ക് വിളിക്കാൻ. മരിക്കാൻ ആഗ്രഹമുള്ള ആളുകളൊന്ന് കൈപൊക്കിയാട്ടെ. എനിക്കിപ്പോ നാളെ മരിച്ചാൽ തിരക്കേടില്ല എന്ന് തോന്നുന്നവർ. നല്ല ധൈര്യമുള്ളവർക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. എന്റെ കാര്യം ഉറപ്പാണെന്ന് ഉറപ്പുള്ളവർക്ക് ഇത് പറ്റുള്ളൂ. കഴിഞ്ഞിട്ട് എന്താണെന്ന് അറിയാത്ത ഒരു കുട്ടിയെ സംബന്ധിച്ച് ചോദ്യമല്ല. കുട്ടിക്കറിയില്ല എന്താ ഖബർ, കുട്ടിക്കറിയില്ല എന്താണ് ഹിസാബ്. നമുക്ക് പെട്ടെന്ന് മരിക്കാനൊന്നും ആഗ്രഹമില്ല, അല്ലേ? സമ്പത്ത് ഇത്ര ഒരു എമൗണ്ട് കിട്ടിയാൽ ഞാൻ ഈ ജോലിയും പണിയൊക്കെ നിർത്തിയിട്ട് പിന്നെ അല്ലാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യുമെന്ന് തോന്നുന്ന ആളുകളൊക്കെ ഒന്ന് ഒരു സംഖ്യ പറഞ്ഞുതരാൻ പറ്റുന്നവര്? അതുമില്ല. എത്ര കിട്ടിയാലും എനിക്ക് തീരൂല. എത്ര വയസ്സായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മരിക്കാം, ആരോഗ്യമുണ്ട് ശരീരത്തിന്, എന്നാ പിന്നെ ഒരു ഇത്ര വയസ്സ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇവിടുന്ന് പോകാം. ഇതാർക്കും തോന്നുന്നില്ല. എന്തുകൊണ്ട് തോന്നുന്നില്ല? നമ്മൾ ആഗ്രഹിക്കുന്നത് സ്വർഗമാണ്. ആ ആഗ്രഹം സ്വർഗത്തിലേ നടക്കൂ. അവിടെ മരണമില്ല. ഇഷ്ടപ്പെടുന്നത് എന്തും മുമ്പിലേക്ക് വരുന്ന ലോകം അത് സ്വർഗമാണ്. അവിടെ ഒരു ടെൻഷനുമില്ലല്ലോ. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. സ്വർഗത്തിന്റെ പേരാണ് ദാറുസ്സലാം. അല്ലാഹു നിങ്ങളെ സ്വർഗത്തിലേക്ക് വിളിക്കുകയാണ്. എന്താ ഇസ്ലാം? എന്തിനാണ് ഈ ജീവിതം? സ്വർഗത്തിലേക്ക് വരും മക്കളെ നമ്മളെ വിളിക്കുന്ന പോലെ നിങ്ങൾ ഇങ്ങോട്ട് വരും. ഞാൻ സ്വർഗം. പക്ഷെ ചെറിയൊരു ടെസ്റ്റ് ഉണ്ട്. ഒരു വലിയ പ്രൈസ് കൊടുക്കുമ്പോൾ അതിന് നല്ല ഖനമുള്ള ടെസ്റ്റ് വേണം. ഇന്നത്തെ ഏറ്റവും വലിയ പ്രതിഭാസം വലിയ വലിയ സമ്മാനങ്ങളും ചെറിയ അധ്വാനവും. ഇതാണ് ഇന്നത്തെ ലോകം. നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന ചില കളികളൊക്കെ കാണുമ്പോ അല്ലേ എല്ലാവർക്കും മനസ്സിലായി. ചെറിയ അധ്വാനം, അരമണിക്കൂർ കൊണ്ട് 50 ലക്ഷം, ഇതൊക്കെയാണ് ഇന്നത്തെ പ്രതിഭാസം. അല്ലാഹു അതല്ല. നല്ല കനപ്പെട്ട ലോകമാണ് സ്വർഗം, അല്ലേ? അതിന് നിങ്ങൾക്ക് പരീക്ഷണം. എന്താ പരീക്ഷണം? ഒന്നുമില്ല. നിങ്ങൾക്ക് ബുദ്ധി തന്നു, നല്ലതും ചീത്തയും മനസ്സിലാക്കാനുള്ള കഴിവ് തന്നു. നല്ലതേതാണെന്ന് പറയുന്ന അള്ളാഹുവിന്റെ വചനം അത് മനുഷ്യരാരും ഇസ്ലാം അനുസരിച്ച് ജീവിച്ചില്ലെങ്കിലും ഖുർആൻ ഇവിടെ ബാക്കിയുണ്ട് ആളുകൾക്ക് നോക്കി മനസ്സിലാക്കാൻ. അത് നിങ്ങളുടെ മുമ്പിലുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച ജീവിതം അത് പരിശുദ്ധ ഖുർആനിന്റെ കർമ്മപഥമാണ്. അത് നിങ്ങളുടെ മുമ്പിലുണ്ട്. സത്യം എന്താണെന്ന് അറിയാം. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തല്ല. ഇത് സ്വീകരിച്ചോളൂ, നിങ്ങൾക്ക് സ്വർഗ്ഗമാണ്. അതല്ല ഇതന്നെ എന്റെ അവസാനത്തെ ചാൻസ്, ഞാനിവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കട്ടെ എന്ന് ചിന്തിച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കണം. ലോകത്ത് മരണത്തിന് ശേഷം ഒരു ജീവിതം ഇല്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരേ ഒരു സമൂഹമേ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ളൂ. അത് ചൈനക്കാരാണോ? അല്ല, അവർക്ക് വിശ്വാസമുണ്ട്. ഇൻഡസ് വാലി സിവിലൈസേഷൻ ആണോ? നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിൽ കഴിഞ്ഞുപോയ സിന്ധു നദീതട സംസ്കാരക്കാർ, അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നോ മരണത്തിന് ശേഷം ജീവിതമുണ്ട്? ഉണ്ട്, അവർ വിശ്വസിച്ചിട്ടുണ്ട്. ബാബിലോണിയക്കാർക്ക് വിശ്വാസമുണ്ട്, മരണത്തിന് ശേഷം ജീവിതമുണ്ട്. മെസപ്പൊട്ടോമിയക്കാരൻ, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, എല്ലാ ചരിത്രങ്ങളും പഠിച്ചോളൂ. എല്ലാ ചരിത്രം എടുത്തു വെച്ച് പഠിക്കൂ. എല്ലാവർക്കും വിശ്വാസമുണ്ട് മരണശേഷം ഒരു ജീവിതമുണ്ട്. അത് ഇല്ലാതിരുന്ന ഒരു സമൂഹം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അവർ മക്ക ഇത് ഈ ഒരു ജീവിതം മാത്രമുള്ളൂ. നമുക്കിനി ഒരു പുനർജന്മമില്ലേ? ഇത് പറഞ്ഞ ഒരു സമൂഹത്തിലേക്കാണ് അന്ത്യപ്രവാചകരായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറഞ്ഞയക്കുന്നത്. അത് വിശ്വസിക്കാത്തവര് മക്കക്കാര് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇത് ചരിത്രമാണ്.
അങ്ങനെയാണ് ആസിബിന് വായിൽ എന്ന മനുഷ്യൻ അള്ളാഹുവിന്റെ റസൂൽ ഇരിക്കുന്ന സദസ്സിലേക്ക് വന്ന് നുരുമ്പിയ ഒരു എല്ലിന്റെ കഷ്ണം തന്റെ കയ്യിലെടുത്തിട്ട് കുത്തേറ്റ് മരിച്ചുപോയ ഏതോ ഒരു മനുഷ്യന്റെ ഒരു അസ്ഥിപഞ്ജരമായി പോയ ഒരു അസ്ഥി കഷ്ണം എടുത്ത് കൈകൊണ്ട് ഇങ്ങനെ പൊടിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് വന്ന് ചോദിച്ചുവല്ലോ, മുഹമ്മദ് നബിയെ, മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം, ഈ പൊടിപൊടിയായി പോയി എല്ലിനെ ജീവിപ്പിക്കുമെന്നാണോ നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുന്നത്? എനിക്കതിൽ വിശ്വാസമല്ല. ഇത് പറഞ്ഞവർ മക്കക്കാരാണ്. എന്താ മറുപടി? പറഞ്ഞു കൊടുക്കൂ നബിയെ, യുഹ്യീഹല്ലദീ അൻശഅഹാ അവ്വല മറ. അങ്ങനെ ഒരു എല്ല് പോലും ഇല്ലാത്ത സമയം മനുഷ്യന് കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ. സ്വന്തം ഡേറ്റ് ഓഫ് ബർത്തിന്റെ 10 മാസം മുമ്പ് നമ്മൾ എല്ലുപോലുമല്ല. ഡേറ്റ് ഓഫ് ബർത്തിന്റെ 10 മാസം മുമ്പ് നമ്മൾ ഒന്നുമല്ല. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറാ. മനുഷ്യ, നിന്റെ ജീവിതത്തിൽ ഒരു സമയം കഴിഞ്ഞു പോയിട്ടില്ലേ? യു ആർ നോട്ട് എ തിങ് ടു ബി മെൻഷൻഡ്. പറയാൻ പറ്റുന്ന ഒരു സാധനം പോലും ആയിരുന്നില്ല നീ. അൽഹംദുലില്ലാഹ്, ഈ സമൂഹത്തിൽ ഉണർത്തുന്ന ആളുകളുണ്ട് എന്നതാണ് ഈ സമൂഹത്തിന്റെ പ്രത്യേകത. അൽ ഖൈറു ഫിയ വഫി ഉമ്മത്തി ഇലാ യൗമിൽ ഖിയാമ. ഈ ഉണർത്തലുകൾ ലോകാവസാനം വരെ നിലനിൽക്കുമെന്നതുകൊണ്ടാണ് മറ്റൊരു നബി പോലും ലോകത്തിന് വേണ്ട എന്ന് അള്ളാഹു നിശ്ചയിച്ചതെന്ന് പണ്ഡിതന്മാർ പറയുന്നു. മൂസ നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തിൽ പ്രവാചകന്മാരുടെ നന്മകളും അവരുടെ സിദ്ധാന്തങ്ങളും അവരുടെ കാഴ്ചപ്പാടുകളും ടീച്ചിങ്സും എല്ലാം നിലനിന്നിരുന്നു. പക്ഷേ കാലക്രമത്തിൽ നഷ്ടപ്പെട്ടു പോവുകയാണ് ഉണ്ടായത്. പക്ഷേ ഈ ഉമ്മത്ത്, ഈ സമൂഹം, the nation of Prophet Muhammad sallallahu alaihi wasallam, ഈ സമൂഹത്തിന്റെ പ്രത്യേകത ഇതിൽ ഉണർത്തുന്ന ആളുകൾ എന്നും നിലനിൽക്കും എന്നതാണ്. അതുകൊണ്ടാണ് ഇനി ഒരു നബി പോലും ലോകത്ത് വരാനില്ല എന്ന് അള്ളാഹു നിശ്ചയിച്ചതിന്റെ അതിന്റെ രഹസ്യം പോലും അതാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്.